രജിസ്റ്റർ. കേരളത്തിലെ ഗവൺമെന്റ്. യെസ്, ചോദ്യം നമ്പർ 94. ഓർഡർ ഓർഡർ. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങും. ബഹുമാനപ്പെട്ട യെസ് 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 മതി മതി. ബാർക്കോഴയിൽ അന്ന് കണ്ട കയ്യാങ്കളി സമരത്തോട് താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് ആ ഓർമ്മകളിലേക്ക് കേരളം പോയൊരു സഭാ ദിനമാണ്. സാധാരണഗതിയിൽ ചാനൽ ചർച്ചകളിൽ ബഹളം വെച്ചുള്ള ചർച്ചകൾക്ക് നിൽക്കില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർ ബഹളം വെച്ചാൽ പോലും അസ്വസ്ഥനാകുന്ന മാത്യു കുഴൽനാടൻ പ്രതീക്ഷകൾ തെറ്റിച്ച് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറൽ, മറ്റൊരു MLA അൻവർ സാദത്തിന്റെ ചാടിക്കയറ്റ നീക്കം, ബാനർ പറിച്ചെടുക്കാനുള്ള വാച്ച് ആൻഡ് വാർഡ് നീക്കം, രണ്ടാം പിണറായി സർക്കാർ കാലത്ത് ഏറ്റവും കലുഷമായ സഭ എന്നുറപ്പായും പറയാം. വിഷയം സ്വർണ്ണക്കൊള്ളയാണ്. മുരാരി ബാബു അടക്കം പ്രധാനപ്പെട്ട പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി ഇറങ്ങിപ്പോകുന്നതിൽ അന്വേഷണം മരവിപ്പിക്കാനുള്ള നീക്കങ്ങൾ കാണുന്നു പ്രതിപക്ഷം എന്നതിനപ്പുറം അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നുകൂടി ആരോപണം ആവർത്തിക്കുന്നുണ്ട്. SIT നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാണെന്നും ഈ സമരം ഹൈക്കോടതിക്കെതിരായ സമരമാണെന്നും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി ഭരണപക്ഷം. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതിൽ തെളിവുകളുണ്ടോ? തെളിവുകളില്ലെങ്കിൽ ഇന്ന് സഭ കണ്ടത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ സമരമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. സർ, ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കണം. ഇത് തീർത്തും അപലപനീയമാണ്. ഈ സഭ അപലപിക്കണം. ഇത്തരം നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് തീർത്തും അപലപിക്കേണ്ട കാര്യമാണ്. ശ്രീ PK ഗോപൻ, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ TP ജയന്തൻ എന്നിവർ ചർച്ചയിൽ ചേർന്നു. ആദ്യം ഞാൻ CPK ഗോപനിലേക്ക് വന്നു. CPK ഗോപൻ, എന്തുകൊണ്ടാണ് സഭയിൽ ഇപ്പോൾ സഭ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പല കാലങ്ങളിൽ സാക്ഷ്യം വഹിച്ചതാണ്, ആ സമരം ഒരു കോപ്രായമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുള്ള കാരണം എന്താണ്? CPK ഗോപൻ. ശ്രീ ഹാഷ്മി, നമ്മളിത് കുറേ കാലമായി ചർച്ച ചെയ്യുന്നതാണല്ലോ ഈ വിഷയം. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? പൊതുസമൂഹം ആലോചിക്കേണ്ടതും പലവട്ടം ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. ഇന്ന് കേരള അസംബ്ലിയിൽ എന്തായിരിക്കണമായിരുന്നു ചർച്ച? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ സംസ്ഥാനത്തെ പൂർണ്ണമായും തഴഞ്ഞു. ഇങ്ങനെ ഒരു നാട് ഇന്ത്യ രാജ്യത്തില്ല എന്ന തോന്നൽ സൃഷ്ടിക്കാൻ അവർ പരിശ്രമിക്കുന്നു. ഇനി അതല്ല, അതിനോട് അവർക്ക് താല്പര്യമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്കുള്ളിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇനി ശബരിമല വിഷയം തന്നെയാണെങ്കിൽ അവർക്ക് അടിയന്തര പ്രമേയം നോട്ടീസ് കൊടുക്കാം, ശബരിമല വിഷയം ചർച്ച ചെയ്യാം. അതിൻ്റെ കമ്പ് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകളും കേൾക്കുന്നതാണല്ലോ. നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ വളരെ കൃത്യമായി അസംബ്ലി നടപടികൾ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഈ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പുണ്ടോ, കാമ്പുണ്ടോ? പ്രതിപക്ഷം തെളിവുകൾ നിരത്തി അത് സമർത്ഥിക്കാനുള്ള അവരുടെ അവസരമാണ് അവർ ഇല്ലാതാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറയുന്നതിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ബഹുമാന്യ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ നടക്കുന്ന അവർ രൂപീകരിച്ച ഒരു SIT, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീം വളരെ ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റൊരു സാധാരണ കേസ് പോലെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇത് തെളിവുകൾ, തൊണ്ടി സാധനങ്ങൾ ശാസ്ത്രീയമായി കൂട്ടിയോജിപ്പിക്കൽ, പ്രതികൾ തമ്മിലുള്ള ബന്ധം വെളിവാക്കൽ, സൂക്ഷ്മതലത്തിൽ ഓരോ ഇഞ്ചും ലിങ്ക് ചെയ്യിച്ചു കൊണ്ടുപോകൽ, ഇങ്ങനെ ഒരുപാട് കടമ്പകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ജോലിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് കുറ്റപത്രം സമർപ്പിച്ച് ഇത് നടപടികളിലേക്ക് പോകാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രതികൾ ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ളവരും വലിയ സാമ്പത്തിക സ്വാധീനമുള്ളവരും വലിയ തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശേഷിയുള്ളവരുമാണ്. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവിടുന്നൊക്കെ കടത്താൻ അവർക്ക് പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലുള്ള ആളുകളെ നിസ്സാരമായി ഊരിപ്പോകത്തക്കവണ്ണം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് പഴുതുപയോഗിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് കേരളീയ സമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. കോടതിയുടെ മേൽനോട്ട വഴി നിങ്ങൾ അതിനെ പറയുന്നു. പക്ഷേ PK ഗോപൻ, ഈ ശബരിമല ക്ഷേത്രക്കുള്ള സമാനതകളില്ലാത്തൊരു വിശ്വാസി അങ്ങേറ്റം വേദന ആഴത്തിൽ മുറിവേൽപ്പിച്ച് അധമപ്പണിയാണെന്ന് ആർക്കും തർക്കമില്ല. അത് നടന്ന LDFന്റെ ഭരണകാലത്താണ്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് LDFന്റെ കാലത്തെ ഭരണസമിതിയാണ്. രണ്ടാമതും കൊള്ളയ്ക്കുള്ള നീക്കം ഉണ്ടായോ എന്ന് കോടതിക്ക് സംശയമുണ്ടായ പോറ്റിപ്പരവതാനി നീക്കം നടന്നത് LDFന്റെ ഭരണകാലത്ത് തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയത് PS പ്രശാന്താണ്, LDF നോമിനി.
അകത്ത് കിടക്കുന്നത് CPM മുൻ MLA അടക്കം നേതാക്കളാണ്. എല്ലാം SIT, എല്ലാം ഹൈക്കോടതി ബെഞ്ച് എന്ന് പറഞ്ഞൊഴിവാകൽ ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികമായെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണോ ശ്രീ PK ഗോപൻ? ഇത് ഒന്ന് ശ്രീ ഹാഷ്മിയുടെ നിരീക്ഷണം തന്നെ തെറ്റാണ്. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ 2019 ഊന്നാൻ പരിശ്രമിക്കുന്നത്? നിങ്ങളും പ്രതിപക്ഷം 2019 എന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതിയിലുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലുള്ള കാര്യങ്ങൾ സാറേ 2019 മാത്രമല്ല 2019 മുമ്പുള്ള ഒരു സംഭവത്തിലല്ലയോ തന്ത്രി അറസ്റ്റിലായേ? അതോ 2019 ശേഷമുള്ള സംഭവത്തിലാണോ തന്ത്രി അറസ്റ്റിലായേ? തന്ത്രി അറസ്റ്റിലാവുന്നതും തന്ത്രിയെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണം എന്നത്തെ തന്ത്രിയെ സംബന്ധിച്ച് ആരോപണം 2010 തന്ത്രി അറസ്റ്റിലാവുന്ന സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ്. പക്ഷേ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം കേട്ടാട്ടെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സെൻസ് മനസ്സിലാക്കുക. 2019 മുമ്പുള്ള ഒരു സംഭവമാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന ഇഷ്യൂ ആയിട്ട് സമൂഹത്തിന് മുമ്പിലുള്ള. അല്ല സാർ, PK ഗോപൻ തന്ത്രി അറസ്റ്റിലാവുന്ന 2019 പത്മകുമാറിന്റെ അധ്യക്ഷതയിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് തന്ത്രി അറസ്റ്റിലാവുന്നത്. വാജിവാഹനമുണ്ട്, പക്ഷെ അത് ആരോപണമാണ്. അറസ്റ്റിലായത് ഏത് കേസിൽ? ആ കേസ് തന്നെ. അല്ല, വാജിവാഹന ആരോപണമാണെന്ന് പറയുമ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ തെളിവ് സഹിതം SITക്ക് കോടതിയിൽ കൊടുക്കേണ്ട പൂർവ്വകാല അന്വേഷണം വേണ്ടി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 2019 നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല എന്ന് മാസങ്ങളായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതാണ്. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ് വാജിവാഹനത്തിൻ്റെ പ്രശ്നം വന്നത്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കടന്നു വന്നത് എല്ലാവരും ആവർത്തിച്ച് ആ സമയത്തെല്ലാം പറഞ്ഞുറപ്പിക്കാൻ പരിശ്രമിച്ചത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഒരു സ്വാധീനം ഉണ്ടായി. പതുക്കെ പറഞ്ഞു വന്ന് അവസാനം എവിടെ എത്തി? അയാൾ 2004 ശബരിമലയിൽ കയറുന്നതെന്നും അന്ന് കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെന്നും അന്ന് KC വേണുഗോപാലായിരുന്നു മന്ത്രി എന്നുമുള്ള കഥകൾ വന്നു. അതിനുശേഷം 2007 അദ്ദേഹത്തെ അവിടെ ഒരു ശമ്പളക്കാരനായിട്ട് നിയമിക്കുന്നു. ആ ശമ്പളം ദേവസ്വം ബോർഡല്ല കൊടുത്തത്, അവിടെ തന്ത്രിയാണ് അദ്ദേഹത്തെ ശമ്പളക്കാരനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം തന്ത്രിക്ക് അതിന് അധികാരം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തെ മുഖ്യ ശാന്തിക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ UDFൻ്റെ, അതുപോലെ UDFൻ്റെ മന്ത്രിമാർ, അവരുടെ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു കോൺഗ്രസിന്റെ ദേശീയ താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യവും കേസിന്റെ പർവ്യൂവിൽ വരുന്ന അല്ലെന്ന് താങ്കൾക്ക് നന്നായി അറിയാം. ഇപ്പൊ അത് അങ്ങ് രാഷ്ട്രീയ പ്രതിരോധത്തിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനോട് ചോദിക്കും 2019 എന്തുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആധികാരികമായി ഹൈക്കോടതിയിലുള്ള കേസ് 2019 2019 നടന്ന മാരകമായ ക്ഷേത്രക്കൊള്ളയെ പറ്റിയാണ് അന്വേഷണം നടക്കുന്നതും SIT അന്വേഷിക്കുന്നതും ആ കേസാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ ഹാഷ്മിക്ക് പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അസ്വസ്ഥത. അങ്ങ് PK ഗോപൻ അങ്ങ് സമ്മതിക്കും 2010 ഹൈക്കോടതിയിലുള്ള കേസ് ഏതാണ്? ഞാൻ പറയട്ടെ ഹൈക്കോടതിയുള്ള കേസ് ഞാൻ സമ്മതിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതിലേക്ക് അങ്ങ് ശ്രദ്ധിക്കൂ, ദയവായിട്ട് ശ്രദ്ധിക്കൂ. പ്രതിപക്ഷ അസംബ്ലി കാണിക്കുന്ന പോലെ നമ്മൾ ഇവിടെ എടുക്കണ്ടല്ലോ. ഇത് വസ്തുതകൾ പരിശോധിക്കലാണല്ലോ. മറ്റേത് അസംബ്ലിയിൽ കാണിക്കുന്ന പെർഫോമൻസിൻ്റെ അല്ലല്ലോ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താ? ഈ 2019 ശേഷമുള്ള അങ്ങ് പറയുന്ന കാര്യമുണ്ട്. ആ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചത് കേരള സർക്കാരാണോ കേരള ഹൈക്കോടതിയാണോ? കേരള ഹൈക്കോടതി. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന എവിടെയാണ്? ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലാണോ ഹൈക്കോടതിയുടെ മുമ്പിലാണോ? ഹൈക്കോടതിയുടെ മുമ്പിൽ. സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിലാണോ റിപ്പോർട്ട് കൊടുക്കുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലാണോ? ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ. ആ ഡിവിഷൻ ബെഞ്ച് SITയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമൻസ് എന്താ? ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഏറ്റവും മനോഹരമായ അവരുടെ കമൻസ് അവർക്ക് ഏറ്റവും തൃപ്തികരമാണ് ഈ അന്വേഷണത്തിൽ. ആളുകളെ ആഡ് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ അറിവില്ലെങ്കിൽ ഞാൻ പറയുന്നത് 2019 കേസാണ് ഹൈക്കോടതിയിലുള്ളത്. ആ കേസിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത്. അറിവില്ലായ്മയുടെ പ്രശ്നം ഇരിക്കട്ടെ. ഞാൻ എന്റെ അറിവില്ലായ്മയുടെ പ്രശ്നം അവിടെ ഇരിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞത് ഈ 2019 ശേഷമുള്ള ഈ കേസിൽ ഹൈക്കോടതി പൂർണ്ണമായി സംതൃപ്തി രേഖപ്പെടുത്തിയൊരു കേസിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നു പറഞ്ഞാൽ അതിൻ്റെ മലയാളം ഹൈക്കോടതി സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴടങ്ങി പ്രവർത്തിക്കുന്നു എന്നല്ലേ? ഈ ചോദ്യത്തിന് ആരുത്തരം പറയും? അതാണ് പ്രസക്തമായ പ്രശ്നം. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലെ അന്വേഷണ ഏജൻസിയെ വിശ്വാസത്തിലെടുക്കുക.
അതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാതിരിക്കുക, അതിനാവശ്യമായ തെളിവ് ഉണ്ടെങ്കിൽ തെളിവ് കൊടുക്കുക. അല്ലാതെ പരസ്യമായി പൊതുയോഗത്തിൽ പ്രസംഗിക്കുക, അസംബ്ലി ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഈ സഭയുടെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിഷേധിക്കേണ്ടതാണ്. പക്ഷേ അത് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാവരുത്. ആ കൊള്ള പോട്ടെ, ഈ പറഞ്ഞ RDS ഇഷ്ടം നെയ്യടക്കം സകലമാന കാര്യങ്ങളിലും അവിടെ കാലാകാലം നടക്കുന്ന കേൾപ്പോരും കേൾവിയുമില്ലാത്ത വണ്ണം ആർക്കും കയറി കക്കാൻ പറ്റുന്ന നാഥരില്ലാ കളരി പോലെ കിടക്കുന്ന അവിടുത്തെ അവസ്ഥ കാര്യങ്ങൾ കേരളം അറിയും പോലെ സഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ള മാത്രമൊന്നുമല്ല, താഴെ ഈ പറയുന്ന ശ്രീനാരായണ അയ്യപ്പൻ്റെ പേരിലുള്ള പമ്പിലടക്കം നടത്തിയ ക്രമക്കേടുകളുടെ കാര്യം കോടതി തന്നെയുണ്ട്. അതൊക്കെ വളരെ വിശദമായി സഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു. നിങ്ങൾക്കതിന് താല്പര്യമില്ല, നിങ്ങൾക്ക് ലക്ഷ്യം രാഷ്ട്രീയമാണ്. ജിൻഡോ, ഹാഷ്മി, ഇത് രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ വിശ്വാസികളെ വഞ്ചിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് മൂടി വെച്ച് സംരക്ഷിക്കുന്ന സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അത് വിശ്വാസികളുടെ പ്രശ്നം മാത്രമായതുകൊണ്ടല്ല, കേരളത്തിലെ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചന കൂടിയാണ്. അപ്പോൾ അത് രാഷ്ട്രീയം പറയണ്ടേ? പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയം പറയുക എന്നുള്ളത് തന്നെയാണ്. ഇനി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർ, ഇപ്പോൾ ഗോപൻ പറഞ്ഞത് കേട്ടാൽ 2004 KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി, 2007 ശമ്പളക്കാരനായി പോറ്റി, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണൻ. ഞാൻ ചോദിക്കട്ടെ ഗോപ, KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്താണോ സ്വർണ്ണക്കൊള്ള നടന്നത്? അല്ലല്ലോ, 2019 നടന്നത്. 2019 സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു? കടകംപള്ളി സുരേന്ദ്രൻ. ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി എന്നുള്ളതൊരു വസ്തുതയല്ലേ? അത് നാട് മുഴുവൻ ഒട്ടുക കൊണ്ടു നടന്ന് പ്രദർശനം നടത്തി എന്നുള്ളതൊരു വസ്തുതയല്ലേ? അത് കടത്തി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ CPM-ൻ്റെ നേതാക്കന്മാരും CPI-യുടെ നേതാക്കന്മാരുമല്ലേ ഉള്ളത്? LDF-ൻ്റെ ദേവസ്വം ബോർഡ് മെമ്പറും പ്രസിഡന്റും ഒക്കെ അല്ലേ അതിലുള്ളത്? വാസു കോൺഗ്രസിൻ്റെ KPCC മെമ്പർ അല്ലല്ലോ, പത്മകുമാർ DCC സെക്രട്ടറി അല്ലല്ലോ. ഇതൊക്കെ CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ? നിങ്ങളുടെ സർക്കാർ ഉത്തരവാദിത്ത ബോധത്തോടെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകളല്ലേ? അത് നിങ്ങൾ KC വേണുഗോപാലിന്റെ തലയിലേക്ക്, പ്രയാർ ഗോപാലകൃഷ്ണന്റെ തലയിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കെട്ടുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് അല്ല ജിനു, ഞാൻ ചോദിച്ചത് ശബരിമലയിൽ നടക്കുന്ന അടിമുടി ക്രമക്കേടുകൾ, ഞാൻ പറയട്ടെ, ശബരിമലയിൽ നടക്കുന്ന കാട്ടുകൊള്ളകൾ, ഞാൻ പറഞ്ഞ സ്വർണ്ണം മാത്രമൊന്നുമല്ല കേട്ടോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാന് അഭിഷേകം ചെയ്ത നെയ്യിൽ പോലും കൈവെക്കാൻ, അതായത് ഈ സ്വർണ്ണക്കൊള്ള സമയത്ത് ആഞ്ഞു കത്തുന്ന സമയത്ത് ആ നെയ്യിൽ പോലും കൈവെക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മടിയില്ലാത്ത ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉണ്ടായി. ആ മാഫിയ സംഘത്തിനെ അടക്കം തുറന്നു കാട്ടാൻ സഭയിൽ കേരളം അറിയുന്ന ഒരു വിശാലമായ ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങളതിന് തയ്യാറായിരുന്നല്ലോ ജിൻഡോ. അല്ല, ഞങ്ങൾ തയ്യാറായില്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് ഹാഷ്മി തീരുമാനിക്കേണ്ടത്. കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പ്രതിപക്ഷം സമരം ചെയ്യുന്നില്ലെന്ന്. പ്രതിപക്ഷവും KPCC-യും യൂത്ത് കോൺഗ്രസും UDF ഒക്കെ നിരന്തര സമരങ്ങൾ ചെയ്തു. സഭയ്ക്ക് പുറത്ത്, സഭയ്ക്ക് അകത്തും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്നതുകൊണ്ടാണ് മറ്റു പല വിഷയങ്ങളും, നരേന്ദ്രമോദിയുടെ സ്ട്രാറ്റജി ഇല്ലേ പിണറായി വിജയനും കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങളും എടുത്തത്, മറ്റു പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഞാൻ പറഞ്ഞ നെയ്ത്തേങ്ങയും നെയ്യും ശർക്കരയും അഴിമതി നടത്തുന്നത് പോലെയല്ല, ഭഗവാന്റെ വിഗ്രഹം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. താങ്കൾ തീർച്ചയായും ശരിയായി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ മുഴുവൻ ക്രമക്കേടുകളും കൊള്ളകളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പാടിയും മേൽക്കൂര അടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയി പുറത്ത് വെക്കുന്ന കാട്ടുകൊള്ളക്കാർക്കെതിരെയുള്ള വിഷയമാണ് കൂടുതൽ ശ്രദ്ധയോടെ സംസാരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, 2019 കിട്ടിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കപ്പെട്ടത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്തല്ലേ? അത് UDF സർക്കാരിൻ്റെ കാലത്താണോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കാട്ടുകള്ളനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതാരാ? പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണ്ണത്തിന്റെ ഒരു വിഹിതം കൊണ്ട് കല്യാണം നടത്താമെന്ന് ഇമെയിൽ അയച്ചത് വാസുവിനല്ലേ? വാസു എന്താ കല്യാണത്തിന്റെ ക്ഷണക്കത്താണെന്നാണോ വിചാരിച്ചത്? അപ്പോൾ അതൊക്കെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്തല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 8-9 വർഷക്കാലം ഇത് മൂടി വെച്ചു എന്നുള്ളതിന് മറുപടി പറയണ്ടേ? ആ മൂടി വെച്ചിട്ട് 2025 വീണ്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നതുമായിട്ട് മുന്നോട്ട് പോയല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ 2004 KC വേണുഗോപാൽ, പ്രയാർ ഗോപാലകൃഷ്ണൻ, UDF, നാണമില്ല ഗോപ? നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടിയില്ല? ഇത് നരേന്ദ്രമോദി പറയുന്ന പോലെയാ. 1947 നെഹ്റു ഭരിച്ചതുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെയായിരുന്നു പറയാനായിട്ട് ഉളുപ്പില്ലാത്ത നരേന്ദ്രമോദിയുടെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പത്മകുമാർ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്? അതിന് നിങ്ങൾക്കൊരു നടപടി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. SIT-യിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് ഗോപൻ അവസാനം പറഞ്ഞു വെച്ചത്. ഹൈക്കോടതി നിയമിച്ച SIT-യിൽ നിങ്ങൾക്ക് പൂർണ്ണ
പൂർണ്ണ വിശ്വാസമുണ്ട്. SIT നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അതേ SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? സംഘടനാപരമായി ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. ഒരേ സമയം SITയോടൊപ്പം നിൽക്കുകയും മറ്റു വശത്ത് പത്മകുമാറിനോടൊപ്പം നിൽക്കുന്ന CPMന്റെ ഇരട്ടത്തപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഫോറൻസിക് പരിശോധന നടത്താൻ വൈകി, കുറ്റപത്രം നൽകാൻ വൈകി, അന്വേഷണം തെരഞ്ഞെടുപ്പ് സമയത്ത് മരവിച്ചു, മുന്തിയ നേതാക്കന്മാരെ അറസ്റ്റ് വൈകി, തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ വൈകലുണ്ടായി, തെളിവുകൾ ക്രോഡീകരിച്ച് കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്നതിലൊക്കെ വൈകലുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറയുന്ന ആക്ഷേപം ശരിയാകുമെന്നും തെളിയിക്കപ്പെടുകയല്ലേ? SIT പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിധേയപ്പെട്ടുകൊണ്ട് CPM നേതാക്കന്മാർ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വഴിപ്പെട്ടു കൊടുത്തു എന്നുള്ള ആക്ഷേപം സാധൂകരിക്കപ്പെടുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പലക്കൊള്ളക്കാർ 90 ദിവസത്തെ ആ പരിധി കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സർക്കാർ എന്തിന്റെ പേരിൽ അഭിമാനിക്കുന്നത്? ഈ പിണറായി വിജയൻ സർക്കാരിന് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്തിന്റെ പേരിൽ അഭിമാനിക്കുന്നത്? നിങ്ങൾ അന്വേഷണം നടത്തിയില്ല, നിങ്ങൾ മൂടി വെച്ചു. ഹൈക്കോടതി നിയമിച്ച SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആളുകളെ ഇപ്പോഴും നിങ്ങൾ പാർട്ടിയിൽ തുടരാൻ അനുവദിച്ചിട്ട് നിങ്ങൾ കോടതിയുടെ കണ്ണിന്റെ മുന്നിൽ പിന്നെ അത് ആവർത്തന ചോദ്യത്തിൽ വല്ല കഥയുണ്ടോ എനിക്കറിയില്ല. പോട്ടെ. TP ജയന്തൻ, ഇവിടെ സഭയിൽ ഉണ്ടായത് എന്താണെങ്കിലും നിങ്ങളുടെ അടക്കം ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ എന്തായാലും, രാഷ്ട്രീയ സമരങ്ങൾ എന്തായാലും, ഇതിൽ അന്വേഷണം ഏതാണ്ട് മൃതാവസ്ഥയിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഭക്തർക്ക് വലിയ വേദനയുണ്ട്. അതിന് കാരണം എന്താണ്? അതിനാണ് ഏറ്റവും ഒടുവിൽ ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഉടനെ പരിഗണിക്കാൻ പോവുകയാണ്. ജാമ്യം നിഷേധിക്കാൻ എന്തോ റിമാൻഡ് റിപ്പോർട്ടില്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ SIT കൊടുക്കുമെന്ന് പറയുന്നു. അതിനു മുമ്പ് പോറ്റിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച വരിക. SIT കൂടുതൽ സമർപ്പിക്കാനില്ലെങ്കിൽ പോറ്റി ജാമ്യം കിട്ടി പുറത്തോട്ടിറങ്ങും. ഒന്നാം പ്രതി ജാമ്യം കിട്ടി പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ബാക്കി പ്രതികൾക്ക് എന്ത് പ്രസക്തി അതിനകത്ത് കിടക്കുന്നതിൽ? TP ജയേന്ദ്രൻ, രാഷ്ട്രീയ ആരോപണം എന്തോ ആയിക്കോട്ടെ, ഈ അന്വേഷണം നേരായ വഴിക്ക് ഈ പറയുന്ന ഭഗവാന്റെ സ്വത്ത് കണ്ടെത്തണം എന്ന ശരിയായ ഉദ്യമത്തോടെ ആർക്കൊക്കെ ആത്മാർത്ഥതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. TP ജയേന്ദ്രൻ. ഹാഷ്മി, ഈ കേസന്വേഷണം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ദേവസ്വത്തിലും ദേവനിലും ആത്മീയതയിലും വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാരൻ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ കയറി നിരങ്ങുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ഭരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തുകയോ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയോ അല്ല. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ആര് ഭരിച്ച കാലത്തെടുത്ത് പരിശോധിച്ചാലും സംഘടിതവും രാഷ്ട്രീയവുമായ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും ചേർന്നുള്ള കൊള്ളകളാണ് കേരളത്തിൽ വർഷങ്ങളായി നടന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. ആ തുടർച്ചയിൽ വളരെ കൃത്യമായ ഓരോ കാലഘട്ടത്തിലും ഹാഷ്മി നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ സമയത്തും വർഷങ്ങളായി കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ അറിവിലും വിശ്വാസത്തിലും ഞാൻ പറയാം, ദേവസ്വം ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയും അഴിമതിയും കെട്ടുകാര്യസ്ഥതയും മോഷണവും കൃത്യമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും അതുവഴി ദേവസ്വം മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്നതാണ്. ഈ കേസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ സ്വാഭാവികമായ മരണം, നാച്ചുറൽ ഡെത്ത് ഇതിനകത്ത് വരാൻ വേണ്ടി പോവുകയാണ്. ഇത് നേരായ ദിശയിലല്ല പോകുന്നത് എന്ന് CPM പ്രതിനിധി പറഞ്ഞതുപോലെയാണോ സംഭവിച്ചത്? ഒരുപക്ഷെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കോടതിയുടെ ആ സെക്ഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല, അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നോക്കൂ, 1925 ഡിസംബർ മാസം 18-ാം തീയതി ജാമ്യാപേക്ഷയുമായി കോടതിയിൽ ചെന്നപ്പോൾ കോടതി SITയോട് ചോദിച്ചു, നിങ്ങൾ അലംഭാവം കാണിക്കരുത്, നിങ്ങൾ നടപടികളിൽ സെലക്റ്റീവ് ആവരുത്, തെറ്റ് ചെയ്ത ചിലരോട് നിങ്ങൾ എടുക്കുന്ന മൃദു സമീപനം അത് കുറ്റമറ്റതല്ല, അത് സംശയാസ്പദമാണ്. കോടതി പറഞ്ഞു. ഉന്നതരുടെ കാര്യത്തിൽ ബിഗ് ഗൺസ് അവരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് കോടതി ചോദിച്ചു. വീണ്ടും ഹാഷ്മി, ഈ വർഷം 2026 ജനുവരി 27 ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 90 ദിവസം കുറ്റപത്രം സമർപ്പിക്കാതെ ഉഴപ്പുന്നത് ഗുരുതരമായ സാഹചര്യമാണ്, അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കും. നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ പ്രതിപക്ഷം ആരോപിക്കും പോലെ അങ്ങനെ SIT മന്ദിച്ചു പോകാനുള്ള കാരണത്തിൽ അത് മുഖ്യമന്ത്രി ഇടപെടലെന്ന പ്രതിപക്ഷത്തിന് ആരോപണം പോലെ ആരോപണം BJPക്ക് ഉണ്ടോ? മുഖ്യമന്ത്രി ഓഫീസിന് ഇടപെടൽ അല്ല, SITയുടെ പരിമിതി ഹാഷ്മി നമ്മൾ എന്തൊക്കെ വാദിച്ചാൽ നമുക്കറിയാമല്ലോ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഏജൻസി
സംസ്ഥാന വകുപ്പുകൾക്കെതിരായിട്ടും മന്ത്രിയുടെയും സംശയിക്കപ്പെടുന്ന ഒരു കേസ് അന്വേഷണത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെയും നിഷ്പക്ഷവുമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും? സമ്മർദ്ദമില്ലാതെ എത്ര മുന്നോട്ട് പോകാൻ സാധിക്കും? വളരെ കൃത്യമല്ലേ ഹാഷ്മി? മാത്രമല്ല ഒരു കാര്യം കൂടി ഹാഷ്മി, നമ്മൾ ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായുള്ള സംഘർഷത്തിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി കോൺഗ്രസ് ആവശ്യപ്പെടുമോ? പാത്രം കൊള്ള ഉൾപ്പെടെ VS ശിവകുമാറിന്റെ കാലഘട്ടത്തിൽ നടന്ന പാത്രം കൊള്ള, അടുക്കള പാത്രം കൊള്ള, 1,08,00,000 കൊള്ള ഉൾപ്പെടെ കഴിഞ്ഞ 10-30 വർഷം ദേവസ്വം ബോർഡിൽ ഈ രണ്ട് കൂട്ടരും നടത്തിയ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമോ? ഇവ രണ്ടു കൂട്ടർ ഒരു കാര്യം സമ്മതിക്കുമോ ഹാഷ്മി? കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ആവശ്യമുണ്ടോ? അല്ല, അത് കുറച്ചുകൂടി വിശാലമായ ചർച്ചയാണ്, അത് മറ്റു ചർച്ചയാണ്. നമുക്കതിലോട്ട് വരാം. അത് കുറച്ചുകൂടി വിശാലമായ ചർച്ചയാണ്. അല്ല, അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ, അല്ല രണ്ടിലേക്കും അല്ല ഹാഷ്മി, ഇരു കൂട്ടരും കിട്ടിയ കാലത്തൊക്കെ കിട്ടിയിടത്തൊക്കെ വാരി വിഴുങ്ങിയിട്ടില്ലേ? ഇപ്പൊ എന്താ തർക്കം? ഞാൻ സംശയിക്കുന്നു വളരെ കൃത്യമായി ഈ ഏജൻസിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതൊരു ഒത്തുരാജിയാകും. ഐസ്ക്രീം പാർലർ കേസ് പോലെ, അങ്ങ് സെക്രട്ടറിയുടെ മുമ്പിലെ സമരം പോലെ കേരളത്തിലെ എല്ലാ സമരങ്ങളും ഒത്തുതീർത്തമായി. കാരണം ഇരു കൂട്ടർക്കും ഇതിനകത്ത് പങ്കുണ്ട്. കൊണ്ടുപോയവനും കൊല്ലിച്ചവനും കൂടെ നിന്നവനും സംരക്ഷിച്ചവനും കല്യാണത്തിന് പോയവനും ഗിഫ്റ്റ് കൈപ്പറ്റിയവനും കൂടെ ചേർന്നവനും. ഉത്തരം പറയാനാവുന്നില്ല ഹാഷ്മി. ഞങ്ങൾ ഒരു കാര്യം, ഞങ്ങൾ ഇന്ന കാര്യമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇന്ന കാര്യത്തിനാണ് ഞങ്ങൾ ഈ കൊള്ളക്കാരനെ കൂടെ കൂട്ടിയത് എന്ന് ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തിരിച്ചു പറയാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഭരണത്തിലില്ലാത്ത കാരണവും നിങ്ങൾക്കൊരു ദേവസ്വം ബോർഡ് ഇല്ലാത്ത കാരണവും അങ്ങേക്ക് അത് കോൺഫിഡൻസോടെ പറയാനും കഴിയും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പി.കെ. ഗോപൻ, ഇവിടെ സഭയിൽ നടന്ന സമരം കോപ്രായ സമരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നുണ്ട്. അത് അതിരുകടന്ന് ഇപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ ഡയസിന് മുകളിലേക്ക് ചാടിക്കയറുക എന്നുള്ളത് ബാക്കി ആര് ചെയ്താലും മാത്യു കുഴൽനാടൻ ചെയ്യുന്ന കരുതിയിരുന്നല്ല. കാര്യം അത്രത്തോളം സംയമനത്തോടെയൊക്കെ നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അതിരുകടന്ന സമരം നടക്കില്ല. പക്ഷേ അതിരുകടന്ന സമരങ്ങൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് സ്പീക്കർ. ഇപ്പോൾ 87 മുതൽ ഇപ്പോൾ കാലാകാലങ്ങൾ മുന്നേ നോക്കിയാൽ 87-ൽ പരിയാരത്തെ അഴിമതിക്കെന്ന മറുപടിയുമായി വന്ന MP രാഘവനും EP ജയരാജനും കോലിയക്കോടും ഒക്കെ ചേർന്ന് താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയ സംഭവം നടന്ന കേരളത്തിലാണ്. 83-ൽ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരിക്കെ KP രാമൻ, 70-ൽ സ്പീക്കർക്ക് നേരെ മൈക്കേറ് ചെരുപ്പേറ്, ഈ പറയുന്ന KK രമയുടെ കൈക്ക് ഫ്രാക്ചറായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ബാർക്കോഴക്കാലത്ത് ഉണ്ടായതുപോലെ ഒരു അങ്ങേയറ്റത്തെ സമരം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കുപ്രസിദ്ധമായ സമരങ്ങളുടെ അസ്ഥികൂടങ്ങൾ അലമാരയിൽ വെച്ചിട്ട് അതിനെ കോപ്രായ സമരം എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക, പി.കെ. ഗോപൻ? ശ്രീ ഹാഷ്മി, ചോദിക്കുന്ന അങ്ങേക്ക് തന്നെ കാര്യം അറിയാം. മുമ്പ് കേരള അസംബ്ലിക്കകത്ത് നടന്ന സമരമാണോ വലിയ സമരം, അതോ ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരമാണോ വലിയ സമരം എന്ന മത്സരമൊന്നും അവിടെ നടന്നില്ലല്ലോ. ഏറ്റവും വലിയ സമരം ഏതാണെന്നും ഏറ്റവും കലുഷിതമാക്കിയത് ആരാണെന്നും ഏറ്റവും കൂടുതൽ ക്രമം തെറ്റിച്ച് മതിലിയാടിയത് ആരാണെന്നും ഉള്ള വിഷയമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് പ്രതിപക്ഷം ഒരു വിഷയം എടുത്ത് അസംബ്ലിയിൽ ഉന്നയിക്കുമ്പോൾ സഭാ ചട്ടങ്ങളനുസരിച്ച് അവർക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാം. മറ്റെല്ലാ വിഷയവും മാറ്റിവെച്ച് ഇതാണ് ഇപ്പോൾ കേരളം അഡ്രസ്സ് ചെയ്യേണ്ടെന്ന പ്രശ്നം എന്നൊരു ധാരണ പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കാം. ഭരണപക്ഷം നിരസിക്കുകയാണെങ്കിലല്ലേ ഈ കോപ്രായോടെ കാണിക്കണ്ടേ? ഭരണപക്ഷം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പണ്ട് നടന്നുള്ള സംഭവങ്ങളെല്ലാം ഭരണപക്ഷം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന ബാർക്കോഴ കേസിലും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ചർച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഞാൻ പങ്കെടുത്തൊരു ചർച്ചയെ പറഞ്ഞത്, ചർച്ച നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാഗ്വിലാസം കൊണ്ട് തെറ്റിദ്ധാരണ വരുത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാഗ്വിലാസം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് രാവിലെ ഒരു അഭിപ്രായം പറയും, ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം റദ്ദ് ചെയ്യും, വൈകിട്ട് വീണ്ടും ഒരു അഭിപ്രായം പറയും, പിറ്റേന്ന് അദ്ദേഹം റദ്ദ് ചെയ്യും. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസംബ്ലിയെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി സഭയെ ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉത്തരവാദികളാര് എന്ന് ചർവണം ചെയ്യാൻ കേരള അസംബ്ലിക്കകത്ത് കേരളീയ സമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെടത്തക്കവണ്ണം ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതെ സ്പീക്കർ ശ്രീ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീറിൻ്റെ മതിൽ ചാടി കടന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കയറിയാൽ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കുന്നത്? എന്ത് ബലത്തിലാണ്, എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച കാര്യങ്ങളാണ്. KC വേണുഗോപാലിൻ്റെ പേരെന്തുകൊണ്ടാണ് വന്നേ? നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, KC വേണുഗോപാൽ അവിടെ സ്വർണ്ണം കാക്കാൻ കൂട്ടുനിന്നോ വേറൊരാൾ കൂട്ടുനിന്നോ ഉള്ള വാദമൊന്നുമല്ല നമ്മൾ ഉയർത്തുന്നത്. അതൊക്കെ അന്വേഷണം തെളിയട്ടെ. പക്ഷെ മന്ത്രിസഭയ്ക്കും മന്ത്രിക്ക് എന്താണ് പങ്കെന്ന്
ദേവസ്വം ബോർഡിൻ്റെ ABCD അറിയാവുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അത് ബോധ്യമുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിന് ശബരിമലയുടെ കാര്യത്തിൽ ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് റോള് വരുന്നത് എങ്ങനെയാണ്? ഭരണഘടനാപരമായി ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി അവസാനിച്ചാൽ പിരിച്ചുവിടാനൊന്നും അധികാരമില്ല. കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതിയ സമിതിയെ ചുമതലപ്പെടുത്തണം. ആ ചുമതലപ്പെടുത്തലാണ് ദേവസ്വം വകുപ്പ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയ സമിതിയാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി ആ സമിതി മാത്രം തീരുമാനിച്ചാൽ മതിയോ? തന്ത്രി എന്നൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് അവിടെ കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ മാഷ് ചർച്ച ചെയ്തപ്പോൾ അവിടെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിംഗിൾ ബെഞ്ചിൻ്റെ കമൻ്റാണ് അദ്ദേഹം അതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചത്. എന്ത് മണ്ടത്തരമാണ് അദ്ദേഹം മണ്ടത്തരം പറയാൻ പറ്റിയ അത് ഹൈക്കോടതിയാണ്. വൻതോക്കുകളുണ്ട്, കേവലം ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ പോറ്റിക്ക് സർവതന്ത്ര അധികാര കേന്ദ്രമാകാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. ഡിസംബർ 5 ശേഷം അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. SIT സംശയനിഴലാണെന്ന് കോടതി പറഞ്ഞു. ഗുരുതരമായ വിശ്വാസത പ്രശ്നം SIT കൊണ്ടെന്ന് കോടതി പറഞ്ഞു. കോടതിയാണതും. സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് മണ്ടത്തരം ഒന്നും പറയല്ലേ? കാശ്മി നിങ്ങൾ വെളുപ്പിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ശബരിമലയെ സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിൻ്റെ കമൻറ്റ്, ശ്രീ ബദറുദ്ദീൻ സാറിൻ്റെ കമൻറ്റ്, അതിനെ റദ്ദ് ചെയ്യുന്ന കമൻ്റാണ് ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. ശബരിമലയിലെ പ്രശ്നത്തിൽ ഡിവിഷൻ ബെഞ്ചാണ് SITയുടെ പേപ്പർ പരിശോധിക്കുന്നത്. ബദറുദ്ദീൻ സാറിൻ്റെ ബെഞ്ച് ജാമ്യം മാത്രമാണ് പരിശോധിക്കുന്നത്. ജാമ്യം പരിശോധിക്കുന്ന കോടതിയിൽ ആ വിഷയങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ദേവസ്വം ബെഞ്ച് പറയുന്നത് വലിയ കാര്യവും സിംഗിൾ ബെഞ്ച് പറയുന്നത് മോശം കാര്യവും നിലപാടില്ല. ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ റദ്ദാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബെഞ്ച് ഈസിയെ പറയാമായിരുന്നു. ദേവസ്വം ബെഞ്ചിന് ആ സിംഗിൾ ബെഞ്ച് പറയുന്നത് തെറ്റാണ്, അത് വസ്തുതാവിരുദ്ധമാണെന്ന് ദേവസ്വം ബെഞ്ച് പറയാൻ ഒരു തടസ്സവും ഇല്ലെന്നേ. അത് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് കാണിച്ചു തരാമോ? അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട ശ്രീകാന്ത്. എടുത്ത് പറയാൻ കഴിയും ദേവസ്വം ബെഞ്ചിന്. എഴുതി വെച്ചിട്ട് അതിന്റെ അടിക്ക് സ്ത്രീകൾക്ക് മാത്രം എഴുതേണ്ട കാര്യം ഇല്ല. ദേവസ്വം ബെഞ്ചിന് എടുത്ത് പറയാൻ കഴിയും. അങ്ങനെ എടുത്ത് പറയാൻ ചരിത്രം ഞാൻ കാണിച്ചു തരാം. ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ ഞാൻ പറയട്ടെ, കാണിച്ചോ, അങ്ങ് സമയമുണ്ടേ കാണിച്ചു. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പോയിന്റ് ഞാൻ കൺകൂടിയട്ടെ. അതായത് ഡിവിഷൻ ബെഞ്ച് ഈ SITയുടെ അന്വേഷണത്തെ വാനോളം പുകഴ്ത്തി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് അങ്ങ് ആ റിപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ആ കോടതിയുടെ ഫൈൻഡിങ്സ് എടുത്ത് അല്ലെങ്കിൽ നിരീക്ഷണം എടുത്ത് സൂക്ഷ്മതലത്തിൽ വായിച്ചു കഴിഞ്ഞാൽ വരികൾക്കിടയിൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിനെ അതിനകത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് അങ്ങനെ മറ്റു രൂപത്തിൽ കോടതിക്ക് പറയേണ്ട കാര്യമില്ല, പറയത്തുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവരങ്ങനെ വരികൾക്കിടയിൽ കുറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ ദേവസ്വം ബെഞ്ചിന് വരികൾക്കിടയിൽ സിംഗിൾ ബെഞ്ചിനെ ഭയന്ന് പറയേണ്ട കാര്യമില്ല. അതിനുള്ള അധികാരപരിധി ഡിവിഷൻ ബെഞ്ചിനുണ്ട്. സിംഗിൾ ബെഞ്ചിനെ തിരുത്താൻ, സിംഗിൾ ബെഞ്ച് പറഞ്ഞ് തെറ്റാണെന്ന് പറയാൻ, അത് ഉത്തരവിൽ എഴുതി വെക്കാൻ കഴിയും ഡിവിഷൻ ബെഞ്ചിന്. ഇപ്പൊ അതിലേക്ക് അത് വന്നില്ല, അത് വരട്ടെ. ഇപ്പോ ഈ SITയെ സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ച് പരിപൂർണമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീ ജയചന്ദ്രൻ മാഷ് ഇവിടെ പറയാൻ പരിശ്രമിച്ച ഒരു കാര്യം, വിശ്വാസികളെ ഏൽപ്പിക്കാത്തതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം കൊണ്ട് അവർ ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന പരിശ്രമമാണ്. എന്താ സാർ ഈ പറയുന്നത്? ശബരിമലയിലെ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ ആരാ സാർ? അവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ പിതൃസ്ഥാനീയൻ ആരാ സാർ? നിങ്ങളെ ഈ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഭരണസമിതിക്കും മറ്റ് പൊതുജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന, ദൈവഹിതം വാങ്ങിക്കുന്ന, അനുജ്ഞ വാങ്ങിക്കുന്ന ആളിൻ്റെ പേരെന്തുവാ സാർ? പോസ്റ്റ് എന്തുവാ സാർ? തന്ത്രി. ആ തന്ത്രിയാണോ സാർ ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ വിശ്വാസികളെ ഏൽപ്പിച്ചതിൻ്റെ പ്രശ്നമാണോ അവിശ്വാസികളെ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണോ അവിടെ ഉള്ളത്? ഭരണപരമായി ചുമതല വഹിക്കേണ്ട ആളുകൾ ആ ചുമതല വഹിക്കണം. അത് വിശ്വാസികളല്ലാത്തവരേറ്റത് കൊണ്ടാണ് ശബരിമല ഇങ്ങനെ ആയത് എന്ന് അങ്ങ് വാദിക്കാൻ പരിശ്രമിച്ചാൽ തന്ത്രി വിശ്വാസമാണോ അല്ലയോ? അത് പറയേണ്ട ബാധ്യത അങ്ങക്കില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസിയായിരുന്നോ അല്ലയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി രാഷ്ട്രീയക്കാരനായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസി അല്ലായിരുന്നോ? അവിടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ വിശ്വാസി അല്ലായിരുന്നോ? ഭണ്ഡാരി വിശ്വാസി അല്ലായിരുന്നോ? മുരാരി ബാബു വിശ്വാസി അല്ലായിരുന്നോ? ബൈജു വിശ്വാസി അല്ലായിരുന്നോ? ജയശ്രീ വിശ്വാസി അല്ലായിരുന്നോ? ഒന്നുമല്ല, വിശ്വാസികളല്ലാന്നേ. വിശ്വാസികളാന്ന് എങ്ങനെയാന്ന് ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിൽ അടിച്ചു മാറ്റാൻ പറ്റുക? അങ്ങനെ പറഞ്ഞ എളുപ്പമുണ്ട്. അങ്ങനെ തന്ത്രി വിശ്വാസം അല്ലേ അങ്ങ് പറ. ശ്രീ ഹാഷ്മി ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു PK ഗോപൻ, ഞാൻ പറയുന്നു ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിൽ അള്ളി അകത്താക്കാൻ ധൈര്യം കാട്ടി ആർക്കും വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറയും. ആർക്കും വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറയും. അതേ പറയല്ലേ? ശബരിമലയിൽ ശ്രീകോവിൽ അള്ളി അകത്താക്കാൻ ആരൊക്കെ നോക്കിയോ അവനും അവർമാർക്ക് ഈ പറഞ്ഞ വിശ്വാസത്തിന് തരിമ്പകത്തില്ല. സംശയമുണ്ടോ?
അതെ, അത് ജയചന്ദ്രൻ മാഷെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇരിക്കുന്ന പോസ്റ്റിൻ്റെ അല്ല പ്രശ്നം. ഇതിനകത്ത് മോഷണം നടത്താൻ ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അവർ വിശ്വാസിയല്ലെന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഇത് കൊള്ള നടത്താനുള്ള ഒരു സൗകര്യം മാത്രമാണ്. അപ്പം നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ഒരു ഗവൺമെൻറ് ഇതിനകത്ത് വളരെ ശക്തമായി ബഹുമാന്യ ഹൈക്കോടതിയോട് ആവശ്യപ്പെടുകയും അവർ ഒന്നാം തരം ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തി വളരെ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവിടെ ശ്രീ ലിൻഡോൺ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സമരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പലരും ആക്ഷേപിച്ചു. ഞങ്ങൾ സമരം ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ സമരം ചെയ്യുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയതിൻ്റെ പ്രതികാരമാണ് കേരള അസംബ്ലിക്കകത്ത് ഒരു സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. കേന്ദ്രത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതിൻ്റെ ചർച്ച കൊണ്ടുവരാം. വേണ്ട, ശബരിമല തന്നെ ചർച്ച ചെയ്യാം. അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങൾ ഒരാഴ്ച അങ്ങ് ചർച്ച ചെയ്യും ശബരിമലയെ സംബന്ധിച്ച്. എന്നിട്ട് ഭരണപക്ഷത്തിന് പറയാനുള്ളത് ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളത് നന്നായിട്ട് സമർത്ഥിക്കുകയും ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. മാത്യു കുഴൽനാടനൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണല്ലോ. മതിൽ ചാടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അരമണിക്കൂർ സംസാരിക്കാൻ അവസരം കൊടു. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയുടെ ചെയ്തികൾ കുഴപ്പം കാണിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവസരം ബഹളം ഉണ്ടാക്കി കലക്കിയിട്ട് കാര്യമില്ല. സമരമായാലും ഏത് സമരമായാലും ബാർക്കോഴ സമരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്തപ്പോൾ ഉണ്ടായ ബഹളമാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ന്യായീകരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ അടിസ്ഥാനത്തിലാണ്. ബാർക്കോഴ കേസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു തരട്ടെ. ബാർക്കോഴ കേസ് എല്ലാത്തിനും 2-2-4 ശ്രീ ഹാഷ്മി ഉത്തരം. ബാർക്കോഴ കേസിൽ ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, അവരനുവദിച്ചില്ല. ബാർക്കോഴ കേസിൽ അനുവദിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാവും. അത് പാർലമെന്റിൽ നടക്കുന്നു, അസംബ്ലിയിൽ നടക്കുന്നു. ഇവിടെ ഞങ്ങൾ അനുവദിക്കാൻ തയ്യാറാ. നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവർ അനുവദിച്ചില്ല. പക്ഷെ അപ്പൊ ഡയസിലോട്ട് കയറി ഡയസിന്റെ കസേരയിലൂടെ ജയരാജൊക്കെ എടുത്ത് മറിച്ച് ശിവൻകുട്ടി സഭാതലത്തിൽ നൃത്തമാടി അങ്ങനെ കുറെ ദൃശ്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് കേരളത്തിന്റെ സഭയിലെ നാണം കെട്ട വിഷ്വൽസ് ആണ് താനേ. എന്നിട്ട് സംഭവിച്ചത് എന്താ? ആർക്കെതിരെയായിരുന്നു നിങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം? ആർക്കെതിരെയാണോ നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചത്? അവർക്ക് അഴിമതി ആരോപണങ്ങളൊക്കെ മുക്കി ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിഴുങ്ങി അവരെ നിങ്ങൾ പരവതാനി വിരിച്ച് മുന്നണിയിലോട്ട് ക്ഷണിച്ചു. അതാണ് എന്റെ സങ്കടം, പി കെ ഗോപൻ. അതല്ലാതെ ആ സമരം പാഴ് സമരം ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഹാഷ്മി, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെ എത്ര മോശമായിട്ട് ആക്ഷേപിച്ച ഒരു സന്ദീപ് വാര്യർ അവരുടെ പാർട്ടിക്കകത്ത് ഇപ്പൊ ഇരിക്കുക. രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. ആശയങ്ങളും അഭിപ്രായങ്ങളും മാറത്തില്ലേ? ഉറപ്പായും. രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ നൈതികത, മാണിയുടെ പേരിൽ ഇപ്പോഴും ആ പാർട്ടി ഞങ്ങൾ അയച്ചു നിർത്തണോ? രാഷ്ട്രീയ ധാർമ്മികത, കോഴമാണി എന്ന് വിളിച്ചവർ, അവിടെ യന്ത്രമുണ്ട് എന്ന് ഫ്ലെക്സ് വെച്ചവർ, മാണി സാറെ എന്ന് വിളിക്കുന്ന അത്ര രാഷ്ട്രീയം അത്രേ ഉള്ളൂ. അല്ലെ, എന്റെ പോയിന്റ് അതാണ്. നമ്മൾ രാഷ്ട്രീയ നൈതികത, ധാർമ്മികം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചർച്ചയിൽ പറയുന്നതിനപ്പുറം കാര്യമായ വല്ല കഥയില്ലാത്ത ഇന്നലെ പറഞ്ഞു. മരിച്ചുപോയ മാണി സാറിനെ ഞങ്ങൾ ഇപ്പോഴും കൈക്കല കൊണ്ട് തൊടില്ലെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? വേണ്ട, വാശി വേണ്ട. രാഷ്ട്രീയമാണ്, സാധ്യതകളുടെ കലയുമാണ്. ഞാൻ അംഗീകരിക്കുന്നു. ശ്രീജിൻഡോ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. കാര്യം അത് ചർച്ച ചെയ്യണമായിരുന്നു. ആ ചർച്ചയ്ക്കകത്ത് ഈ പത്മകുമാറിൻ്റെ ഒരു കയ്യക്ഷര പരിശോധനയുടെ വാർത്ത വന്ന അങ്ങനെ ശ്രദ്ധപ്പെട്ടുണ്ടാവും. അതായത് കോടതിയിൽ പത്മകുമാറിനെതിരെ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പിത്തള എന്നെഴുതിയത് വെട്ടിച്ചെമ്പ് എന്നെഴുതി അനുവദിച്ചു എന്ന് സ്വന്തം കൈപ്പടൽ എഴുതി. അതാണ് പത്മകുമാറിൻ്റെ ഗൂഢാലോചനയ്ക്കുള്ള പ്രധാന തെളിവായി കൊടുക്കുന്നത്. അത് തെളിയിക്കാൻ ആദ്യം ചെയ്യേണ്ടത് കയ്യക്ഷര പരിശോധനയാണ്. അതെടുത്തതായി കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ. ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി വന്ന ഉത്തരവ്, പി കെ ഗോപൻ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഉത്തരവിൽ 5 പ്രതികൾ കൂടി അല്ലെങ്കിൽ 5 പേർ കൂടി അന്വേഷണത്തിന്റെ റഡാറിലുണ്ട് എന്ന കാര്യം ഹൈക്കോടതി രേഖാമൂലം ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്ന. അത് ചുമ്മാ എഴുതി വെക്കില്ല. തുടരന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ട് തന്നെ എഴുതി വെക്കുന്നതാണത്. അതിനുശേഷം ഒറ്റ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഭയിൽ എഫക്റ്റീവായി ഉന്നയിക്കാമായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ. സുജിൻഡോ, ഹാഷ്മി ആരോടാ ഉന്നയിക്കേണ്ടത്? പിണറായി വിജയനോടാണ്. കേരളത്തോട് ഇനിയും ചർച്ച ചെയ്ത സമയങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പി കെ അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തോട് ഞങ്ങൾ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്, അത് ജനങ്ങളുടെ റിസൾട്ട് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അടിയന്തര പ്രമേയം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസം അടിയന്തര പ്രമേയം അത് ചട്ടങ്ങളുടെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു നിയമസഭാ സാമാജികനോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുമല്ല. ഗോവൻ പറയണം. കെ എം മാണി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസം നിങ്ങൾ ഏത് അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് കൊടുത്തത്? അത് പറയണം. അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നടപടിയാണ് വേണ്ട സാർ. കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത്
അതിനുശേഷം ഇപ്പോൾ VN വാസവൻ്റെ സമയത്തൊക്കെ എന്തുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ മൂടിവെച്ച് അമ്പലക്കൊള്ളക്കാരെ സംരക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ നടപടിയാണ് വേണ്ടത്. നിങ്ങളുടെ വർത്തമാനം കേട്ടിരിക്കാനല്ല കേരളത്തിലെ വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും കേരളത്തിലെ പൗരന്മാരും വോട്ടർമാരും കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് സൗകര്യമില്ല അടിയന്തര പ്രമേയം തരാൻ. ഞങ്ങൾ അതിനു പകരം ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കുറെ കൂടി ആഗ്രഹിക്കുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ ആശുപത്രി ഇടിഞ്ഞു വീണ് രോഗി മരിച്ച വിഷയത്തിൽ പോലും ഒരു നടപടിയെടുക്കാൻ മടിക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് ഇനി അടിയന്തര പ്രമേയം നടത്തി നിങ്ങൾക്ക് മറ്റേ കിന്നാര വർത്താനം പറയാൻ സമയം തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നേ. ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞു അതര വ്യായാമം നടത്തുകയാണത്രേ. ഞങ്ങൾ അതര വ്യായാമമല്ലേ നടത്തുന്നുള്ളൂ, അടിവസ്ത്ര വ്യായാമം നടത്തിയില്ലല്ലോ ശിവൻകുട്ടിയെ പോലെ. നിങ്ങൾ KM മാണിയെ അന്ന് കോഴമാണി എന്ന് വിളിച്ചു. ഇന്നിപ്പോൾ ഗോപൻ പറയുന്നു ആ മാണി സാറെന്ന്. ആ മാണി സാർ മരിച്ചു പോയാൽ കുഴപ്പമില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ല ഇതൊക്കെ പറയാൻ. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ മാണിയെ ആക്ഷേപിച്ചത്? ഞങ്ങൾ അന്നും മാണി സാർ എന്ന് വിളിക്കുന്നു, ഇന്നും മാണി സാർ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ബാർക്കോഴയെക്കുറിച്ച് ആക്ഷേപമുണ്ടോ? ബാർക്കോഴ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? നിങ്ങൾക്കൊരു ആക്ഷേപമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം ഈ കൂട്ടത്തിൽ. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ശബരിമലയിൽ ഒരു ബന്ധവുമില്ല, ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഗോപൻ പറയുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ശബരിമല വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നടത്തിയത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ ആ പ്രേമലേഖനം നിങ്ങൾ വായിച്ചത്? എന്തിൻ്റെ പേരിലാണ് വെള്ളാപ്പള്ളി നടേശനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി തത്വമസിയുടെ സന്ദേശം പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്? നിങ്ങൾക്ക് ശബരിമലയിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലെങ്കിൽ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ ദേവസ്വം ബോർഡ്? അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ രാഷ്ട്രീയ നിയമനം നടത്തുക? അങ്ങനെ രാഷ്ട്രീയ നിയമനം നടത്തുന്നവർ അവർ കൊള്ളയടിച്ചാൽ അക്കാര്യത്തിൽ നിങ്ങൾ അവരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ, ഒരു ഉത്തരം പോലും തേടാതെ, ഒരു നടപടിയും എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കൊള്ളയടിച്ച ആളുകൾ ജയിലിൽ പോയിട്ട് അവർക്കെതിരെ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായി പാർട്ടി നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സംശയം, ഈ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് സ്വപ്ന സുരേഷിനെ ക്ഷണിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമേ നേരം ഉണ്ടായുള്ളൂ. ദേവസ്വം ബോർഡ് ആ വകുപ്പ് മന്ത്രിക്ക് പിന്നെ എന്താ പണി? അതിനുള്ള മറുപടി നിങ്ങൾ പറയണ്ടേ? ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ശബരിമലയിൽ പ്രത്യേകിച്ച് ഒരു ജോലിയും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിലാണ് ശമ്പളം പറ്റി സർവ്വസന്നാഹത്തോടെ കാർ യാത്രയും നടത്തി സർവ്വ സൗകര്യങ്ങളോടെ ജീവിച്ചു പോയത്? അതിന് മറുപടി പറയണ്ടേ? ഉത്തരം ഒട്ടുമ്പോൾ കൊഞ്ചനം കുത്തുക. പിന്നെ നിങ്ങൾ ഉന്നത നേതാക്കന്മാരുടെ ബന്ധം പറഞ്ഞു, നിങ്ങൾ ഏത് നേതാവിൻ്റെ പേരും വേണ്ടി പറഞ്ഞു. പക്ഷേ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന പോറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം, രാജു എബ്രഹാമിനോടൊപ്പം നിൽക്കുന്ന പോറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം, കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന പോറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ, ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പേര് കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേര് രാജു എബ്രഹാം എന്ന. ഇവരൊക്കെ ഒരു കള്ളനോടൊപ്പം നിൽക്കുമ്പോൾ, സംസ്ഥാനം ഭരിക്കുന്ന ഭരണകർത്താക്കളോടൊപ്പം നിൽക്കുമ്പോൾ ഭരണകർത്താക്കളിൽ നിന്നായിരിക്കും കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുക. പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ, ആ ചിത്രങ്ങളുടെ പേരിൽ അന്വേഷണം നടത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അന്വേഷിക്കണം. നിങ്ങൾക്ക് പരാതിയുണ്ടോ? SITക്ക് പരാതി കൊടുക്ക്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് പരാതി കൊടുക്ക്. ആ കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരട്ടെ. ഇനി 30, 40, 50 വർഷം മുമ്പത്തെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഏത് വിഷയത്തെ അന്വേഷിക്കട്ടെ. പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ സഭയിൽ മുണ്ടുകൊടുത്ത് എല്ലാവരും വരുമ്പോഴേക്കും അത്തരത്തിൽ തർക്കം ഉണ്ടാകുമ്പോൾ മുണ്ടിൽ സ്ഥാനമാറ്റം ഉണ്ടാവുകയും ഈ പറയുന്നതൊക്കെ ചെറിയ കാഴ്ചകൾ വേണം ഇന്നും ജസ്റ്റ് മിസ്സാണ് ഉണ്ടായേക്കാം. പക്ഷേ അതുകൊണ്ട് വേണമെങ്കിൽ മുണ്ട് മാറ്റി പാൻറ്റാക്ക്, അത് പറയല്ലേ, അത് അരാഷ്ട്രീയമാണ്. താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഈ SIT കൂട്ടിയാൽ കൂടില്ല, ഒത്തുതീർപ്പാകും എന്നൊക്കെ ആരോട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പോട്ടെ, ഇനി വേറെ ഏത് ഏജൻസിയാണ് വരിക? ഇപ്പോൾ ED വന്നിപ്പോൾ മുരാരി ബാബുവിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സുധീഷ് കുമാറിനാണെന്ന് തോന്നുന്നു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാവാൻ. എപ്പോഴും രാഷ്ട്രീയ മാത്രം കേൾക്കുന്ന, കൺവിഷൻ റേറ്റ് പരമദയനീയമാണെന്ന് താഴെയുള്ള ഒരു ഏജൻസി ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തും എന്നും വിശ്വാസികൾ വെറുതെ പ്രതീക്ഷിക്കണോ? TP ജയേന്ദ്രൻ. ഞാൻ അവിടത്തേക്ക് വരാം ഹാഷ്മി. അതിനുമുമ്പ് ഞാൻ പറഞ്ഞ ഒരു മണ്ടത്തരത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. എന്താണ് സാർ ഞാൻ പറഞ്ഞ മണ്ടത്തരം? താങ്കളുടെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കട്ടെ ഇവിടത്തേക്ക്. നോക്കൂ സാർ, താങ്കൾ ഈ പറഞ്ഞ കുറ്റമറ്റ ഏജൻസി, നിങ്ങളുടെ അന്വേഷണ ഏജൻസിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? സാർ, 14-ാം തീയതിയാണ്, ജനുവരി 14-നാണ് നിങ്ങൾ ഒരു കാട്ടുകള്ളനെ കോടതി പറഞ്ഞതിന് ശേഷം അറസ്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് ചോദിച്ചു, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, രൂക്ഷമായി വിമർശിച്ചതിൻ്റെ അഡ്വേഴ്സ് റിമാർക്കുകൾ രേഖപ്പെടുത്തി. എൻ്റെ ഡോക്ടർ ഗോപൻ അറിയാമോ, ഈ അഡ്വേഴ്സ് റിമാർക്കുകൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോയി നിങ്ങളുടെ ഈ കുറ്റമറ്റ, ഞാൻ പറഞ്ഞ മണ്ടത്തരം അല്ലെന്ന് പറഞ്ഞ ആള് അറിയുമോ താങ്കൾക്ക്? സുപ്രീം കോടതി 26 ജനുവരിയിൽ ഈ നിരീക്ഷണങ്ങൾ നീക്കം ചെയ്യാനുള്ള ഹർജി തള്ളി. എന്താ ഗോപൻ സാറേ അപ്പം അറിഞ്ഞതിൻ്റെ അർത്ഥം? അഡ്വേഴ്സ് റിമാർക്കുകൾ നീക്കം ചെയ്യണമെന്ന് കാല് പിടിച്ച് സുപ്രീം കോടതി പോയി. നിങ്ങൾ കോടതി തള്ളി, ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അവരുടെ നിരീക്ഷണം മുഴുവൻ ശരിയാണെന്ന് അവർ പിന്നെ ദൈവത്തെ പോലും കൊള്ളടിച്ചവരെ ചോദിക്കുകയും ചെയ്തു കോടതി. പോട്ടെ, വേറെ കാര്യം. പറഞ്ഞോ.
അല്ല അത് അദ്ദേഹം എൻ്റെ മണ്ടത്തരമായിട്ട് പറഞ്ഞുകൊണ്ട് ഹാഷ്മി ഞാൻ അത് പറയേണ്ടി വന്നത്. രണ്ടാമത് അദ്ദേഹം എന്നെ എന്തൊക്കെയോ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. സാറേ എനിക്കിതെല്ലാം ബോധ്യമാണ്. ഇവരെല്ലാം കാട്ടുകള്ളന്മാരാണ്. ഒരു കുറി വരച്ചത് കൊണ്ടോ ഭസ്മം പൂശിയത് കൊണ്ടോ ഒരാൾ ഭക്തനാവില്ല. കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഒരുത്തൻ ക്ഷേത്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെപ്പോലെ ഒരു കാട്ടുകള്ളൻ ഈ ലോകത്തില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ? ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഗോപൻ സാറിനോട്, അല്ല സാർ, പൊതു മുതൽ കക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ? അവനെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്ന ബോധ്യം നിങ്ങൾക്ക് ശരിയാണെന്നുണ്ടോ? താങ്കൾ പറഞ്ഞല്ലോ SIT അന്വേഷണമൊക്കെ കുറ്റമറ്റതാണ്, ശരിയാണ് എന്ന്. ആ SIT അല്ലേ ഇൻകുലാബ് വിളിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന സഖാക്കൾ 2 പേരെ, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തന്മാരായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെ കോടതിയിൽ ഇന്നേ വരെ ജാമ്യം കൊടുത്താൽ അകറ്റിരിക്കുന്നു. അവർ വിശ്വാസിയാണോ എന്ന് നിങ്ങൾ വിട്ടേക്ക്. ഇവർ കമ്മ്യൂണിസ്റ്റ് ആണോ മിസ്റ്റർ ഗോപൻ? ഇവരെ ജനങ്ങൾക്ക് ഒപ്പം നിന്ന് ജനങ്ങളുടെ ഫണ്ട് അടിച്ചു മാറ്റി മേലനങ്ങാതെ പണിയെടുക്കുന്ന ഈ രാജ്യദ്രോഹികൾ കമ്മ്യൂണിസ്റ്റ് ആണോ? അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങളിപ്പോൾ ഞങ്ങളൊക്കെ ഉപദേശിച്ചല്ലോ. അവരെ ഇന്നും നിങ്ങൾ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്നെങ്കിൽ, അവരെ കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ, എന്താ രക്തസാക്ഷി ഫണ്ട് കട്ടവൻ കുലംകുത്തിയാണ് സാർ. പൊതുജനങ്ങളുടെ ഫണ്ട് കട്ടവൻ കുലംകുത്തിയല്ല. അല്ല, 90 ദിവസം കഴിഞ്ഞ് വാസുവും പത്മകുമാർക്ക് ജാമ്യം കിട്ടി പോയാലോ ഈ ആരോപണം പിൻവലിക്കുമോ? അല്ല, ഒന്നും ചെയ്യാനില്ലല്ലോ. പാർട്ടി പിന്നെയും അവര് കോടതി ഇതാ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ ആളുകൾ, ഇതേ ഗവേഷകന്മാർ ചാനലിൽ വന്ന് ന്യായീകരിക്കും. ഹാഷ്മി, ഇതാ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു, അവരെ കോടതി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കമ്മ്യൂണിസ്റ്റായി തുടരണം എന്ന് പറയും. ഇനി ഹാഷ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒന്ന്, EDയുടെ കൺവിക്ഷൻ റേറ്റ് EDയുടെ സൈറ്റിൽ പോയിട്ടാണോ നിങ്ങൾ നോക്കിയതെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലും ഇല്ലേ ഒരു വിജിലൻസ് വകുപ്പ്? അല്ല, വിജിലൻസ് വകുപ്പ്. ഈ വിജിലൻസ് വകുപ്പിന് ശമ്പളം കൊടുക്കുന്നത് എന്തിനാ ഹാഷ്മി? ഇവരെന്ത് പണിയാ ഇത്രയും കാലം എടുത്തത്? ഒരു തരി സ്വർണം അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ച അനധികൃത സ്വത്ത് അത് രേഖാപരമല്ലെന്ന് ഒരു കേസ് വരെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾ എന്നോടിപ്പോൾ ചോദിച്ചില്ലേ, ED വന്നിട്ടുണ്ട്, ഹാഷ്മിക്ക് അറിയാഞ്ഞിട്ടാണോ? പോറ്റി എന്ന് പറയുന്ന കാട്ടുകള്ളന്റെ 1.3 കോടി രൂപ വിലയുള്ള മൂല്യമുള്ള ബാംഗ്ലൂർ നഗരത്തിലും പത്തനംതിട്ടയിലുമുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് ED മരവിപ്പിച്ചിരിക്കുന്നു. ഹാഷ്മി, 21 ഇടത്ത് റെയ്ഡ് ചെയ്തപ്പോ 1,30,00,000 സ്വത്ത് ഈ കാട്ടുകള്ളൻ മേലനങ്ങാതെ സമ്പാദിച്ചത്, പാർട്ടി നേതാക്കന്മാർക്ക് ഓഹരി കൊടുത്തതിന്റെ ബാക്കി രേഖയില്ലാത്തത് പിടിച്ചെടുത്ത് ED മരവിപ്പിച്ചിരിക്കുന്നു. സ്വത്ത് മരവിപ്പിക്കൽ ആനക്കാര്യമാണോ? വീണ്ടും പറയും 176 ഗ്രാം സ്വർണം. പക്ഷേ ED സ്വത്ത് മരവിപ്പിക്കുന്ന ഒരു ആനക്കാര്യമല്ല, EDയുടെ സ്വാഭാവിക നടപടി മാത്രം. അത് കൺവിക്ഷൻ റേറ്റിലോട്ട് വന്നാൽ EDയുടെ വെബ്സൈറ്റിൽ പോയി കണക്കെടുത്ത് അങ്ങ് പറയൂ, എത്രയാണ് കൺവിക്ഷൻ റേറ്റ്? പരമദയനീയോ? അല്ല ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, പരമദയനീയമായിട്ട് ഇപ്പൊ ആരാണ് സമൂഹത്തിൽ നിൽക്കുന്നത് എന്നൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഹാഷ്മി. ഞാൻ ഇക്കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അസ്വസ്ഥനാവല്ല. 1,30,00,000 ഇവർ പിടിച്ചെടുത്തെങ്കിൽ, അല്ല ഹാഷ്മി, കേരളത്തിലെ SIT എത്ര പിടിച്ചെടുത്തു? എത്ര ഗ്രാം സ്വർണം കസ്റ്റഡിയിലെടുത്തു? ഈ കേസ് ജയിക്കണമെങ്കിൽ തൊണ്ടി മുതൽ വേണ്ടേ ഹാഷ്മി? 10 ഗ്രാം സ്വർണം, ഒരു MG സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ടോ ഹാഷ്മി? നിങ്ങൾക്ക് എന്താ അത് കാണാൻ കഴിയാത്തത്? ഇവർ പിടിച്ചെടുത്തു ഹാഷ്മി. നോക്കൂ, 176 ഗ്രാം സ്വർണം ബാംഗ്ലൂരിൽ വെച്ച് ഈ കാട്ടുകള്ളന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് 400 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 50 പവൻ. തീർന്നില്ല ഹാഷ്മി, സ്മാർട്ട് ക്രിയേഷന്റെ പോയി റെയ്ഡ് ചെയ്തു, 100 ഗ്രാം പിടിച്ചെടുത്തു. ഇവരുടെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് താങ്കൾ 1,30,00,000 രൂപ ഒരൊറ്റ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നോട്ടീസ് കൊടുത്തിട്ടേ ഉള്ളൂ ഹാഷ്മി, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. എത്ര വടിവെട്ടാൻ പോയി കിടക്കുന്നു? അടി കൊടുത്ത് എത്ര പേർക്കാം? അതാ ചോദ്യം. അല്ല ശ്രീ TP ചന്ദ്രൻ മാഷ്, 2015 ജനുവരി 1 മുതൽ 2025 ജൂൺ 30 വരെയുള്ള 6,000 ചില്ലുവാനം 6,444 കേസുകളിൽ വടിവെട്ടിയിട്ട് ആകെ അടി കൊടുത്തത് എത്ര ശതമാനം ആൾക്ക് അടി കൊടുത്തിട്ടുള്ളൂ. ED വടിവെട്ടാൻ പോകുന്ന കഥ പറയല്ലേ മാഷേ? അടി കൊടുക്കുന്നത് വളരെ തുലവും തുച്ഛമാണ്. അത് ഞാൻ കണക്ക് വെച്ചാ പറയുന്നത്. നിങ്ങൾ എന്റെ വായി കയറി കോലിട്ടിളക്കില്ലെങ്കിൽ ഞാൻ പറയും. ഹാഷ്മി, ഈ കേസ് അന്വേഷണത്തിന്റെ എണ്ണമാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ എത്ര കേസ് അന്വേഷണം പൂർത്തിയാക്കിയിട്ട് കോടതി കൊടുത്തിട്ടുണ്ട്?
എത്ര കേസ്? എത്രണ്ണം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്? എത്ര കേസ്? 59. 6444-ൽ 59 കേസ് ചാർജ് ഷീറ്റ്. അതിൽ 54 ഞാൻ തന്നെ പറയാം 6444 കേസ്, അതിൽ 59 ചാർജ് ഷീറ്റ്, അതിൽ 54 കൺവിക്ഷൻ. 6444-ൽ 54 കൺവിക്ഷൻ. ഹാഷ്മിയോട് ചോദിച്ച ചോദ്യത്തിന് ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. പറയാം ഹാഷ്മി, ഞാനൊന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം ഉത്തരം പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയാനല്ലേ? പറയാം. പക്ഷേ എങ്കിൽ നിങ്ങൾ ED-യുടെ സൈറ്റിൽ ഒന്ന് പോയി നോക്ക്. 2014 ശേഷം ED 59 കേസുകളാണ് കോടതി അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടത്തി വിധി പറഞ്ഞത്. 53 എണ്ണം ശിക്ഷിച്ചു. മാഷ എത്രയിലാണ്? 6444-ൽ 59-54 തെറ്റിദ്ധരിപ്പിക്കല്ലേ മാഷെ? TP എനിക്ക് അയച്ചു തന്ന ഈ പറഞ്ഞ ED-യുടെ കൺവിക്ഷൻ റേറ്റുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് തർക്കമില്ല. 59 ചാർജ് ഷീറ്റിൽ 54 എന്നതിന് എനിക്ക് തർക്കമില്ല. അതിൽ 95% കൺവിക്ഷൻ ആണെന്ന് എനിക്ക് തർക്കമില്ല. പക്ഷേ 59 വരുന്ന എവിടുന്നാണ്? ആയിരക്കണക്കിന് കേസുകളിലാണ് 59 ചാർജ് ഷീറ്റ്. അതാ ഞാൻ പറയുന്നത്. പോട്ടെ, വിട്ടേക്ക്. PK കോമൻ ഇവിടെ ഹാഷ്മി കേസുകൾ അന്വേഷണത്തിലാണ്, കോടതിയിലെത്തി, വിധി പറഞ്ഞു, ട്രയല് പൂർത്തിയാക്കി. എന്താ ഞാൻ കുറെ കാലമായി കണക്ക് പഠിപ്പിച്ച ഒരു മാഷ, എന്താ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാഷ്മി? ശ്രീ ഹാഷ്മി, ശിക്ഷാ നിരക്ക്. നിങ്ങൾക്ക് ഈ ശിക്ഷാ നിരക്ക് ദേഷ്യം ഉണ്ടാകാം. എന്റെ പൊന്നു മാഷേ, കളവ് പറയരുതെന്ന് അല്ല ഞാനല്ല കളവ് പറയുന്നത്. അങ്ങ് കളവ് പറയല്ല, അങ്ങ് പറയുന്നത് സത്യമാണ്. പക്ഷെ എത്രയാണ് ഈ പറയുന്ന 6444-ഓളം കേസുകളിൽ 59-54 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് ശതമാനം എന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, ഇവിടെ TP ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പോട്ടെ, TP ഇവിടെ TP ചോദിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ KC വേണുഗോപാലിനെതിരെയോ ആർക്കെതിരെയോ സോണിയാഗാന്ധിക്കെതിരെയോ ആഞ്ഞടിച്ചുള്ള ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് SIT കണ്ടെത്തി പിടിച്ചകത്തിട്ടിരിക്കുന്ന നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പേനൊരു നടപടി എടുക്കാതെ ഇവർക്കൊക്കെ എതിരെ വിരൽ ചൂണ്ടാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം എത്രയാവത്ത് ചോദിച്ചാലും പിന്നെയും പ്രസക്തിയാണ് നിൽക്കുക. കാര്യം എന്താ? നിങ്ങൾ നടപടി എടുക്കുന്നില്ല. അത് കാരണം നിങ്ങൾ 1000 തവണ ചോദിച്ചാലും ഞങ്ങൾ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ കുറ്റപത്രത്തിൻ്റെ ആഴം അനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ED-യുടെ കൺവിക്ഷൻ റേറ്റിനെക്കുറിച്ച് അങ്ങ് ആവേശത്തോട് ചോദിക്കുമ്പോൾ ശ്രീ ജയചന്ദ്രൻ മാഷെ, ഈ തന്ത്രിയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കും ED-ക്ക്. തന്ത്രിയുടെ അക്കൗണ്ട് ഒന്ന് മരവിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പോരാ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ല, ഞാൻ പറയാ അങ്ങ് പറയല്ല, അങ്ങയുടെ സമയമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങ് ആകാശത്തോളം വിളിച്ചു പറയുമ്പോൾ തന്ത്രിയുടെ അക്കൗണ്ട് ഒന്ന് മരവിപ്പിക്കാൻ ED-യോടൊന്ന് പറഞ്ഞാട്ടെ, ED-യുടെ വഴി ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഇനി ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ദേവസ്വം ബോർഡ് അവര് മന്ത്രിയെ വിളിച്ചു, മുഖ്യമന്ത്രിയെ വിളിച്ചു. ആ കൂട്ടത്തിൽ അവര് ഇന്ത്യ രാജ്യത്തെ ശബരിമലയിലേക്ക് വരുന്ന എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു. ആ കൂട്ടത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും കത്തയച്ചു, അതുപോലെ യോഗിക്ക് കത്തയച്ചു. അവർ മറുപടി അയച്ചു. അപ്പോൾ ഈ കത്തയച്ചു കഴിഞ്ഞാൽ പ്രേമലേഖനമാണെന്ന് തോന്നണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി നിൽക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ എപ്പോഴും അത്തരം വികാരങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കാരണം. പിന്നെ ഏതോ ഒരു മന്ത്രി മെസ്സേജ്, സ്വപ്ന സുരേഷിന് മെസ്സേജ് അയച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത്. മെസ്സേജ് അയച്ചതിൻ്റെയും ഗർഭശിഥിലീകരണത്തിൻ്റെയൊക്കെ കഥ കേരളം കേട്ട് നാണം കെട്ട് ചാനൽ ചർച്ചയിൽ പോലും ആളുകൾ കേൾക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ഈ അടിവസ്ത്രത്തിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ ഇത് വളരെ മോശമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഉന്നയിക്കുകയും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രതിപക്ഷ നേതാവിന് പൊങ്കാലയിടുകയും അവസാനം ലേലു അല്ലു എന്ന് പറഞ്ഞ് അസംബ്ലിക്കകത്ത് ഉരുണ്ടുപോകാൻ പരിശ്രമിച്ചതുമൊക്കെ. ഇനിയൊക്കെ ലിൻഡോയെ പോലെ നല്ല മിടുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിനായി ഈ പ്രതിപക്ഷ നേതാവൊക്കെ എടുത്ത് പറഞ്ഞ് ആളുകളുടെ ആക്ഷേപം പിടിച്ചു പറ്റിയ ഈ അടിവസ്ത്രത്തിൻ്റെയൊക്കെ കാര്യം എടുത്ത് കേരളത്തിൽ ഇത്തരം നിങ്ങൾ ആശുപത്രിയെ സംബന്ധിച്ച് ആശുപത്രിയെ സംബന്ധിച്ച് നിങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ നന്നായിട്ട് മറുപടി പറഞ്ഞല്ലോ, അവിടെ ചർച്ച ചെയ്തല്ലോ. നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരേണ്ടതിന് പകരം നിങ്ങൾ ചർച്ചയ്ക്കില്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഭയിൽ തർക്കങ്ങൾ സഭയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സാമാജികർ വേണമെങ്കിൽ മുണ്ടുമാറ്റി പാൻ്റ് എടുത്ത് വരാവുന്നതാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.